ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ ചട്നിയാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുമ്പം ഓൾ എന്നെ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ചട്നി തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കടായിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ ഉഴുന്നാണ്. അപ്പോൾ 1/2 കപ്പിൽ നിന്ന് ഒരല്പം കൂടി കുറവായിട്ടേ ഉഴുന്ന് എടുത്തിട്ടുള്ളൂ, അതുകൂടി ചേർക്കാം. അപ്പം നമ്മുടെ ചട്നിയിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ ഉഴുന്നാണ്. ഉഴുന്ന് ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്ത് കൊടുക്കാം. നല്ലൊരു ലൈറ്റ് ആയിട്ടുള്ളൊരു ഗോൾഡൻ കളർ വരുന്നത് വരെ നമ്മളൊന്ന് വറുത്ത് കൊടുക്കണം. വളരെ പെട്ടെന്ന് തന്നെ വറുത്തിട്ട് കിട്ടും നമുക്കിത്. ഇപ്പം നമ്മുടെ ഉഴുന്നിൻ്റെ കളറെല്ലാം നല്ലതുപോലെ മാറിയിട്ട് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ലൈറ്റ് ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം വെളുത്തുള്ളി അല്ലിയാണ്. ഞാനിപ്പോൾ ഒരു 4 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. കൂടെ തന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി കൂടി, അപ്പോൾ അതും ചേർക്കുകയാണ്. പിന്നെ നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് തേങ്ങ ചിരകിയതാണ്. ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്ത് കൊടുക്കാം. ഒരുപാട് സമയം വറുക്കേണ്ട ആവശ്യമില്ല. തേങ്ങ ഒന്ന് ചെറുതായിട്ട് വറുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ഒരു 4 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കുകയാണ്. പിന്നെ നമ്മുടെ ചട്നിക്ക് ഒരല്പം പുളിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു സൈസിൽ പുളി കൂടി എടുത്തിട്ടുണ്ട്. പുളിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതിയാവും. നമുക്ക് ഒരുപാട് പുളി വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ചുകൂടി ചേർക്കാം. ഇനി വേണ്ടത് ആവശ്യത്തിനുള്ള എരിവാണ്. നമുക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചിട്ടുള്ള വറ്റൽമുളകാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ഒരുപാട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ചേർത്തേക്കണം. ഞാനിപ്പോൾ ഒരു 4 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ ആ 4ഉം ചേർക്കുകയാണ്. ഇത് ഇത്രയും ചേർത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. നമ്മുടെ ഈ തേങ്ങയൊക്കെ ലൈറ്റായിട്ടൊന്ന് കളർ മാറുന്നത് വരെ ഒന്ന് വറുത്ത് കൊടുത്താൽ മതിയാവും. ഇതിപ്പോൾ നന്നായിട്ട് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ നമ്മുടെ ചട്നിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുന്ന ടൈമിൽ നമുക്ക് എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ചൂടുവെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. കാരണം ഇത് ചെറിയ ചൂടായിട്ടാണ് ഉള്ളത്. അതിൻ്റെ പേരിൽ ചൂടുവെള്ളം ചേർക്കുമ്പോഴാണ് കുറച്ച് കൂടുതൽ ടേസ്റ്റ് ആയിട്ടുള്ളത്. അപ്പം നമുക്ക് എത്ര വെള്ളം വേണോ അതിനനുസരിച്ചിട്ട് ചേർത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇച്ചിരി കട്ടിയായിട്ടാണ് നമ്മുടെ ചട്നി തയ്യാറാക്കി എടുക്കുന്നത്. എന്നാൽ ശരി, നമുക്കിത് പെട്ടെന്ന് പോയി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചട്നിക്ക് വേണ്ടിയിട്ട് താളിച്ച് ചേർക്കാന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുകും 1/2 ടീസ്പൂൺ അളവിൽ ഉഴുന്നും പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു 2-3 വറ്റൽമുളക് കൂടിയാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു പിടി അളവിൽ മല്ലിയില. അപ്പോൾ നമ്മുടെ ഈ ചട്നിയുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മല്ലിയില നമ്മളിങ്ങനെ താളിച്ച് ചേർക്കുന്നതാണ്. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. അതുകൂടി ചേർത്ത് നമ്മുടെ ചട്നിയിലേക്ക് ചേർത്താൽ മാത്രം മതിയാവും. വളരെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ദോശയുടെ കൂടെയും അപ്പത്തിൻ്റെയും ഇഡ്ലിയുടെ കൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒന്നാണിത്. ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് നന്നായിട്ട് ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഫ്രണ്ട്സ്.